ഭഗവാന്റെ അനന്തമായ തേജസ്സിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അടുത്തതായി 13-ാം ശ്ലോകത്തിൽ ആ വിരാട പുരുഷൻ എത്ര കാലം ആ കാരണജലത്തിൽ ശയിച്ചു എന്നും കാലത്തിൻ്റെ ആ ഗതിയെക്കുറിച്ച് പുരാണം എന്തു പറയുന്നു എന്നും നമുക്ക് നോക്കാം. 13-ാം ശ്ലോകം കാലത്തിൻ്റെ അളവും സൃഷ്ടിയുടെ തുടർച്ചയും. ഈ ശ്ലോകം പ്രപഞ്ച സൃഷ്ടിയുടെ കാലദൈർഘ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നു. ശ്ലോകം ഏവം സ്ഥിത്വാ സുബഹുശഃ കാലം വൈ പ്രളയേ വിഭുഃ തതഃ സ്രഷ്ടും മനശ്ചക്രേ പുനരേവ സ ഈശ്വരഃ. പദാനുപദ അർത്ഥം ഏവം ഇപ്രകാരം, സ്ഥിത്വ ഇരുന്നിട്ട് അഥവാ ശയിച്ചിട്ട്, സുബഹുശഃ വളരെയധികം അതായത് അനന്തമായ, കാലം കാലത്തോളം, വൈ നിശ്ചയമായും, പ്രളയേ പ്രളയത്തിൽ, വിഭുഃ സർവവ്യാപിയായ പ്രഭു, തതഃ അതിനുശേഷം, സ്രഷ്ടും സൃഷ്ടിക്കാൻ വേണ്ടി, മനശ്ചക്രേ മനസ്സിനാൽ നിശ്ചയിച്ചു അഥവാ സങ്കൽപ്പിച്ചു, പുനരേവ വീണ്ടും തന്നെ, പുനഃ പ്ലസ് ഏവ പുനരേവ, സഹ ആ, ഈശ്വരഃ ഈശ്വരൻ. സാരം സർവവ്യാപിയായ ആ വിഭു ഇപ്രകാരം പ്രളയജലത്തിൽ വളരെ ദീർഘകാലം ശയിച്ചു. അതിനുശേഷം ആ ഈശ്വരൻ വീണ്ടും സൃഷ്ടി നടത്തുവാൻ മനസ്സിനാൽ സങ്കൽപ്പിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെ അതായത് സൈക്ലിക് നേച്ചറിനെ വെളിപ്പെടുത്തുന്നു. വിശ്രമകാലം സൃഷ്ടിക്ക് മുൻപ് ഭഗവാൻ സുബഹുശഃ കാലം പ്രളയത്തിൽ ശയിച്ചു എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ വിശ്രമകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാത്രിക്ക് ശേഷം പകൽ വരുന്നത് പോലെ പ്രളയത്തിന് ശേഷം സൃഷ്ടി അനിവാര്യമാണ്. പുനരേവ അതായത് വീണ്ടും. സൃഷ്ടി എന്നത് ഒരിക്കൽ മാത്രം നടക്കുന്ന ഒന്നല്ല, അത് അനന്തമായി ആവർത്തിക്കപ്പെടുന്ന ഒരു ലീലയാണ്. വിത്ത് മണ്ണിൽ ലയിച്ച് വീണ്ടും വൃക്ഷമായി മാറുന്നത് പോലെ പ്രപഞ്ചം ഭഗവാനിൽ ലയിക്കുകയും വീണ്ടും പുറത്തു വരികയും ചെയ്യുന്നു. ഈശ്വരേച്ഛ ഭഗവാന്റെ സങ്കല്പം മനശ്ചക്രേ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രകൃതി ചലിച്ചു തുടങ്ങുന്നത്. ഭൗതികമായ നിയമങ്ങൾക്കപ്പുറം ഒരു പരമചൈതന്യത്തിൻ്റെ ഇച്ഛ ഇതിന് പിന്നിലുണ്ടെന്ന് പുരാണം അടിവരയിടുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, പ്രപഞ്ചം പോലെ തന്നെ നമ്മുടെ ജീവിതവും ചക്രങ്ങൾ അഥവാ സൈക്കിൾസ് നിറഞ്ഞതാണ്. സന്തോഷത്തിന് ശേഷം ദുഃഖവും കർമ്മത്തിന് ശേഷം വിശ്രമവും സ്വാഭാവികമാണ്. ഭഗവാൻ പോലും സൃഷ്ടിക്കു മുൻപ് ദീർഘകാലം ശാന്തമായി സ്ഥിത്വ ശയിച്ചു ഇരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കാത്തിരിപ്പുകളെയും നാം ക്ഷമയോടെ കാണണം. ശരിയായ സമയം വരുമ്പോൾ ഭഗവാന്റെ ഇച്ഛയാൽ നിന്റെ ജീവിതത്തിലും പുതിയ സൃഷ്ടികൾ അഥവാ വിജയങ്ങൾ സംഭവിക്കും. 13-ാം ശ്ലോകം വരെ നാം സൃഷ്ടിയുടെ പശ്ചാത്തലം പഠിച്ചു. ഇനി 14-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ഏതൊക്കെ ദേവന്മാരും ലോകങ്ങളും ഉണ്ടായി എന്ന വിപുലമായ വിവരണത്തിലേക്ക് നമുക്ക് കടക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.